ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗമാണ് ഇന്നെടുക്കാൻ പോകുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണിവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തിയത് നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് ആദ്യത്തേത്. അപ്പോൾ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ ചെങ്കോട്ട നിർമ്മിച്ചത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത്തേത്. അപ്പോൾ വിജയനഗരത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഹംപി. ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഗൾ ഭരണം 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാർബറാണ്. അപ്പോൾ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാർബർ. വർഷം 1526. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അതാരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. മുഗൾ ഭരണം ബാർബർ. വർഷം 1526 to 1530. ഹുമയൂൺ. അപ്പോൾ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് ഹുമയൂൺ ഭരണം നടത്തിയത്. ഏതൊക്കെ കാലഘട്ടമാണ്? 1530 to 1540, 1555 to 1556. അക്ബർ 1556 to 1605. ജഹാംഗീർ 1605 to 1627. ഷാജഹാൻ 1628 to 1658. ഔറംഗസേബ് 1658 to 1707. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ, അഹമ്മദാബാദ്, ഗുജറാത്ത്, ഡൽഹി, ആഗ്ര അങ്ങനെ നിരവധി അയൽ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. മുഗളരും ഒന്നാം പാനിപ്പട്ട് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് ഏതു പദത്തിൽ നിന്നാണ്? മംഗോൾ. മംഗോൾ രാജ്യസ്ഥാപകനായ ബാർബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാർബറും 1526 ഹരിയാനയിലെ പാനിപ്പട്ടിൽ വച്ച് ഏറ്റുമുട്ടി. എവിടെ വെച്ചാണ്? ഹരിയാനയിലെ പാനിപ്പട്ട് വെച്ച്. ആരൊക്കെ തന്നെയാണ്? ഇബ്രാഹിം ലോധിയും ബാർബറും. വർഷം 1526. ഇത് ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ ഒന്നാം പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇബ്രാഹിം ലോധിയും ബാർബറും തമ്മിൽ 1526 നടന്ന യുദ്ധമാണ് പാനിപ്പട്ട് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാർബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചു. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ അജ്ഞശക്തികളിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ജസ്യൂട്ട് പാദ്രി പിയാസ് ജെറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം, അതായത് 1605 എഴുതിയ ഒരു അനുശോചന കുറിപ്പാണിത്. ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് ഇത് ആരുടെ വാക്കാണ്, ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ച അക്ബറെ പറ്റി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത് ഒന്ന് വായിച്ചിട്ട് പോണേ. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബദത്ത് ഖാന പണികഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്ന മതസഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൽ-ഇ-ലാഹി, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ്-ഇ-കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ്
എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജാസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യരായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമ, രാജ മാൻസിംഗ്, രാജ ഭഗവന്ത് ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളായിരുന്നു. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നത്? രാജ ടോഡർമ, രാജ മാൻസിംഗ്, രാജ ഭഗവന്ത് ദാസ്, ബീർബൽ എന്നിവരാണ്. എൻ്റെ അനുയായികൾ മറ്റ് മതങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ചു സമയം പാഴാക്കരുത്. ഇത്തരം മതസ്ഥരോടുള്ള ബന്ധത്തെ സുൽഹ്-ഇ-കുൽ എന്ന ആശയം അനുവർത്തിക്കട്ടെ. അപ്പോൾ ഈ സുൽഹ്-ഇ-കുൽ കൊണ്ടുവന്നത് ആരാണ്? അക്ബർ ആട്ടോ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളൊഴികെ ആയുധങ്ങളെടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തൂസിക് ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തൂസിക് ജഹാംഗീർ ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ജഹാംഗീറിൻ്റെ. അപ്പം അതിൽ തന്നെ ഉണ്ട് കേട്ടോ തൂസിക് ജഹാംഗീർ. അപ്പം ജഹാംഗീറിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണിത്. ഇനി അടുത്താണ് മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യമായി നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അപ്പോൾ അക്ബർ കൊണ്ടുവന്നിരുന്ന സൈനിക സമ്പ്രദായം ഏതാണ്? മാൻസബ്ദാരി സമ്പ്രദായം. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരിമാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിനു പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവി അനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയത്. ഭരണം ശക്തമായി മുന്നോട്ടു പോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അതായത് സൈന്യത്തെ നിലനിർത്തുന്നതിന്. അപ്പോൾ സൈന്യത്തെ നിലനിർത്തുന്നതിന് എന്താണ് ചെയ്തിരുന്നത്? രാജാക്കന്മാർ അവരുടെ സൈന്യത്തിന് ആവശ്യമായ ഭൂമി പതിച്ചു നൽകി. അപ്പോൾ മാൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? അക്ബർ. മുഗൾ ഭരണരീതി. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നുവെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ സുബൻ. മുഗൾ രാജ്യം സുബൻ. അതിൻ്റെ പീരിയോഡിക് ടേബിൾ ഏറ്റവും മുകളിൽ സുബൻ, സർക്കാർ, പർഗാന, ഏറ്റവും താഴെയായിട്ടാണ് ഗ്രാമം. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം അല്ലെങ്കിൽ ഒരു ഘടന ഫലപ്രദമായി രൂപം കൊണ്ടത്. അപ്പോൾ അക്ബറുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഭരണത്തിലൊരു ഘടന രൂപം കൊണ്ടത്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അവിടെയെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? ചക്രവർത്തിയാണ്. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേക തരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയമായ മതപണ്ഡിതരാണ് അല്ലെങ്കിൽ ഖാസിമാർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനങ്ങളിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയുവാൻ അവസരം ഉണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. വേറൊന്നുമില്ല, ഇതിൽ അന്തിമ തീരുമാനം രാജാവാണ് എടുക്കുന്നത്. ഇവിടെ ഒരു ഘടന നിലനിന്നിരുന്നു. ഏറ്റവും മുകളിൽ സുബൻ, അതിന് താഴെ സർക്കാർ, അതിന് താഴെ പർഗാന, ഏറ്റവും താഴെയായിട്ടാണ് ഗ്രാമം. ഇത്തരത്തിലുള്ള ഒരു ഘടന നമ്മുടെ മുഗൾ ഭരണ കാലഘട്ടത്തിൽ അക്ബറുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടു.
സാമൂഹ്യസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാവേ. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മുഗൾ ഭരണത്തെ പല ഘടനകളായിട്ട് തിരിച്ചിരുന്നത്. അപ്പോൾ മുഗൾ ഭരണകാലഘട്ടത്തിൽ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു നിലനിന്നിരുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. കർഷകർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സഞ്ചരിച്ച ഫ്രഞ്ച് സഞ്ചാരികളായ ടാർവണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാർബർ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരമത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടിക്കടകൾ കാണാം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടമായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുകൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൽ ഫാസിൽ തൻ്റെ പുസ്തകമായ ഐൻ-ഇ-അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തി. അബുൽ ഫാസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അബുൽ ഫാസൽ അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം. ഐൻ-ഇ-അക്ബരി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഏതാണ്? ഐൻ-ഇ-അക്ബരി, അക്ബർ നാമ എന്നിവ അബുൽ ഫാസലിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ്. കാർഷിക രംഗത്ത് ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഡക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടിക പൂരിപ്പിക്കൂ. അടുത്തതാണ് സാംസ്കാരിക സമന്വയം. ചരിത്രം ശ്രദ്ധിച്ചുവല്ലോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദരാ-ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജൻ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. താജ്മഹൽ, ആഗ്രക്കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യയുടെയും സമന്വയത്തിനും ഉദാഹരണമാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉദ്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന് താജ്മഹലും ഒന്ന് ആഗ്രക്കോട്ടയുമാണ്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ഒരു സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെയും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് വിജയനഗരവും ഹംപിയും. വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു.
1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മകളിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൽ സിംഗ് എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. വിജയനഗര രാജാക്കന്മാർ. സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ, സാലുവ വംശം നരസിംഹ സാലുവ, തുളുവ വംശം വീര നരസിംഹൻ, കൃഷ്ണദേവരായൻ, അരവിടു വംശം തിരുമല വെങ്കിട വൺ. ഇത് പ്രധാനപ്പെട്ടതാട്ടോ. ഇത് നമുക്ക് PSCക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. ഹരിഹരൻ, ബുക്കാൻ എന്നീ സഹോദരങ്ങളാണ് 1336 വിജയനഗരം സ്ഥാപിച്ചപ്പോൾ വിജയനഗരം സ്ഥാപിച്ചവരാണ് ഹരിഹരൻ, ബുക്കാൻ എന്നിവർ ചേർന്നാണ്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായൻ. 1509 മുതൽ 1529 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബസോ എന്ന പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അടുത്തത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസയുടെ ഒരു വാക്കാണ് കേട്ടോ ഇത്. ഏതൊരാൾക്കും യാതൊരു അസ്വസ്ഥതയുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതരെന്നോ മൂറയെന്നോ കിതാരെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും നിറഞ്ഞതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ബാർബസോ. കൃഷ്ണദേവരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിരുന്നു. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരുടെ കാലത്ത് കല, സാഹിത്യ, സംസ്കാര മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അമുക്തമാലിക, ജംബവാന്തി കല്യാണ എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതർ കൃഷ്ണദേവരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയിലാണ് നിലനിന്നിരുന്നത്. അതായത് വിജയനഗര ഭരണത്തിൽ നിലനിന്നിരുന്നതും രാജവാഴ്ച തന്നെയാണ്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അതായത് പ്രവിശ്യകൾ, നാടുകൾ അതായത് ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കുവാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരം രാജാവിന് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തെ പ്രധാന പങ്ക് വഹിച്ചിരുന്നതും നായകന്മാരും അമരന്മാരുമായിരുന്നു. സൈനിക മേധാവികൾ അമരൻ നായകർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സൈനിക മേധാവികളെയാണ് അമരന്മാർ എന്ന് അറിയപ്പെട്ടത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അമര എന്നറിയപ്പെടുന്നത് ഈ സൈനിക മേധാവികൾ, അവരാണ് അമരനായകന്മാർ എന്നറിയപ്പെടുന്നത്. ഇവർക്ക് നൽകുന്ന ഭൂമിയാണ് അമര. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാർ ആയിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകന്മാർ രാജ്യത്തിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ അമരനായക സംവിധാനം അതിലെന്തൊക്കെ സാധനമാണുള്ളത്? കാലാളുകൾ, കുതിരകൾ, ആനകൾ ഇത്ര അവർ നിലനിർത്തിയിരുന്നു. ഇനി അടുത്തതാണ് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി.
അതായത് വിജയനഗരത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നോക്കാം. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണന്മാരായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ആർക്ക്? ബ്രാഹ്മണന്മാർക്ക്. ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ, അതായത് കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണരല്ലാത്തവർ എന്തിലൊക്കെയാണ് ഏർപ്പെട്ടിരുന്നത്? കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ എന്നിവയിൽ. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്ക് തയ്യാറാക്കുന്നതിനും പൂന്തോട്ടം അലങ്കരിക്കുന്നതിനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. മുന്നോട്ടു പോകുന്തോറും നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകക്കല്ലുകളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നുണ്ട്. ഇത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയാസിൻ്റെ ഒരു കുറിപ്പാണിത്. മുകളിൽ നൽകിയിരിക്കുന്ന സഞ്ചാരക്കുറിപ്പ് വായിച്ചുവല്ലോ. വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ചിട്ടുള്ള ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങൾ സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരത്തിന് കുളവും ഹിരിയാന കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടുകളും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരത്തിനനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷിച്ച അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെടുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അടുത്തതാണ് സാംസ്കാരികം. 2 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം ഹസര രാമക്ഷേത്രം ഹംപിയിലുള്ളതാണ്. വിത്തല സ്വാമി ക്ഷേത്രം ഹംപിയാട്ടോ. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായപോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകർ ആയിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ഇത് അത്തരത്തിൽ രൂപീകരിച്ചിട്ടുള്ള 2 കവാടങ്ങളൊക്കെയാണ്. വിരൂപ ക്ഷേത്രം ഹംപി, ലോട്ടസ് മഹൽ ഹംപി. സാഹിത്യരംഗത്ത് ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ ഇവിടെ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ PSCക്ക് ന്യൂ SCERT നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വരികളും ശ്രദ്ധാപൂർവം നന്നായി വായിച്ചാൽ മാത്രമാണ് ഇപ്പോഴുള്ള എക്സാമുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ.
അപ്പം നിങ്ങൾക്കിത് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ. താങ്ക് യു.